शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन, प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री, बोलते ध्वनियों। ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ഓം ശാന്തി. ഇന്ന് മുരളി ഡേറ്റ് 3/2/2025. മുരളി സാരം: മധുരസന്താനങ്ങളെ, ആത്മാവാകുന്ന വിളക്കിൽ ജ്ഞാനയോഗമാകുന്ന നെയ്യൊഴിച്ചാൽ വിളക്ക് നന്നായിട്ട് കത്തും. ജ്ഞാനവും യോഗവും തമ്മിലുള്ള വ്യത്യാസം
കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇന്നത്തെ ചോദ്യം: ബാബയുടെ കാര്യം പ്രേരണയിൽ കൂടെ നടക്കില്ല അല്ലെ? പരന്താമത്തിൽ നിന്നിട്ട് പ്രോത്സാഹനം ചെയ്തിട്ടൊന്നും ബാബയുടെ കാര്യം നടക്കില്ല. ബാബയ്ക്ക് ഇവിടെ വരേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ബാബയ്ക്ക് ഇവിടെ വരേണ്ടി വരുന്നത്? അവിടെ ഇരുന്ന് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? ബാബ സർവശക്തിമാനല്ലേ, അവിടെ ഇരുന്ന് ചെയ്തുകൂടെ? എന്തും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബാബ മറുപടി പറയാണ്, എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ ബുദ്ധി തമോ പ്രധാനമായി. അതുകൊണ്ട് ബാബ ടച്ചിങ്സ് തന്നാലും ബാബയുടെ ഇൻറ്റ്യൂഷൻസിനെ ക്യാച്ച് ചെയ്യണമെങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിയിൽ സാത്വികത വേണം. തമോ പ്രധാന ബുദ്ധി പ്രേരണയെ ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല. ബാബ വരുന്നുണ്ട്, അതുകൊണ്ടല്ലേ ആകാശ സിംഹാസനം ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങി വന്നാലും പ്രഭോ എന്ന കീർത്തനമുള്ളത്. അല്ലെ, ഭഗവാൻ അവതരിക്കും, സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയിൽ എഴുതിയിട്ട് ഞാനിവിടെ വരും. അപ്പോൾ ഇവിടെ എന്തിനാണ് വരണം? അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ വരില്ലല്ലോ. ഇന്നത്തെ ഗീതം: ആകാശ സിംഹാസനം ത്യജിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നാലും പ്രഭു. ഓം ശാന്തി. ഭക്തന്മാരാണ് ഈ പാട്ട് രചിച്ചത്. ഇതിൻ്റെ എത്ര നല്ല അർത്ഥമുള്ള പാട്ടാണിത്. ആകാശ സിംഹാസനം ത്യജിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നാലും. ആകാശം ഇവിടെ തന്നെയല്ലേ, ഈ പ്രപഞ്ചത്തിൽ തന്നെയല്ലേ ഉള്ളത്. ഇത് നിങ്ങൾ വസിക്കുന്ന സ്ഥാനമാണ്. ആകാശം അല്ല ഉദ്ദേശിക്കുന്ന പരംധാമാണ്. അല്ലാണ്ട് ആകാശത്ത് വേറൊരു സാധനവും വരുന്നൊന്നുമില്ല. ആകാശ സിംഹാസനവും ഇല്ല. ആകാശതത്വത്തിൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വസിക്കുകയാണ്. ഇത് പ്രപഞ്ച ആകാശതത്വമല്ലേ, വസിക്കുകയാണ്. പരംധാമം അതും വേണമെങ്കിൽ അതിനെയും ആകാശതത്വം എന്ന് അതിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വസിക്കുന്ന സ്ഥലമാണ്. കുട്ടികൾ അവിടെ വസിക്കുന്നത്, അച്ഛനവിടെ വസിക്കുന്നത്. അത് മഹത്തത്വം എന്നാണ് അറിയപ്പെടുന്നത്. ആത്മാക്കൾ അവിടെയാണ് വസിക്കുന്നത്. ബാബ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒന്നുകിൽ ബാബയ്ക്ക് ഇവിടെ വരണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകണം. നമ്മളവിടെ പോയാൽ നമുക്ക് ദേഹം തന്നെയില്ല. അവിടെ പോകുമ്പോൾ ദേഹം പോലും ഇല്ലാണ്ട് നമ്മളെങ്ങനെ ജ്ഞാനം മനസ്സിലാക്കിയാൽ ഞാൻ എങ്ങനെ ധാരണ ചെയ്യും? അതുകൊണ്ട് ബാബ പറയാണ്, ഇവിടെ വന്ന് ഞങ്ങളുടെ ജ്യോതി തെളിയിച്ചാലും എന്ന് ഭക്തന്മാരെ അപേക്ഷിക്കുകയാണ്. അന്ധന്മാരുടെ മക്കളൊക്കെ അന്ധനാണ്, കണ്ണുള്ളവരുടെ മക്കൾ കണ്ണുള്ളവരുമാണ്. ധൃതരാഷ്ട്രർ അന്ധനാണെന്നും യുധിഷ്ഠിരൻ അല്ലേ കണ്ണുള്ള ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, നേർവഴിക്ക് ജീവിക്കുന്ന ആളാണെന്നും എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ എല്ലാവരും രാവണൻ്റെ വംശജരാണ്. മായയാണ് രാവണൻ. എല്ലാവർക്കും രാവണ ബുദ്ധിയാണ്. നിങ്ങളുടേത് ഈശ്വരീയ ബുദ്ധിയാണ്. ബാബ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. രാവണൻ പൂട്ടിയിരിക്കുകയാണ്. कोई किसी बात को नहीं समझते हैं तो कहेंगे ये तो पत्थर बुद्धि है. കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അവരോട് പറയും കല്ല് ബുദ്ധിയാണോ, ബുദ്ധി തലയിൽ എന്താ കളിമണ്ണാണോ എന്നൊക്കെ ചോദിക്കില്ലേ. ബാബയോട് വന്നിട്ട് ജ്യോതി തെളിയിക്കുകയാണ്. പ്രേരണയിലൂടെ ഒന്നും കാര്യം നടക്കില്ല. ആത്മസദോപ്രധാനമായിരുന്നു, ഇപ്പോൾ ശക്തി കുറഞ്ഞു. സദോപ്രധാനമായിരുന്ന സമയത്ത് ബാബയുടെ അറിവ് ആവശ്യമില്ല. ഇപ്പോഴാണെങ്കിൽ ബാബയുടെ അറിവിനെ ക്യാച്ച് ചെയ്യാനുള്ള പവറില്ല. തമോ പ്രധാനമായി 100% കൂരാക്കൂരിട്ടായി മാറി. ആരെങ്കിലും മരിക്കുമ്പം വിളക്ക് കൊളുത്തി വയ്ക്കാറുണ്ട്. എന്തിനാ? വിളക്ക് അണഞ്ഞു പോയാൽ ഇരുട്ടായാൽ പിന്നെ ആത്മാവിന് വഴി കാണണ്ടേ, അതുകൊണ്ടാണ് വിളക്ക് കൊളുത്തി വയ്ക്കുന്നത്. ഇവിടെ ഈ വിളക്ക് കൊളുത്തി വെച്ചാൽ ആത്മാവിന് പോകുന്ന സ്ഥലത്ത് എങ്ങനെ പ്രകാശം കിട്ടും? ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ചെയ്യണത്. അത് ദേഹത്തിൻ്റെ വിളക്കല്ല, ആത്മാവിനുള്ള വിളക്കല്ലല്ലോ അത്, പ്രകാശമല്ലല്ലോ അത്. ആത്മാവിനുള്ള പ്രകാശം ജ്ഞാനമാണ്. നിങ്ങളിപ്പോൾ സെൻസിബിൾ ബുദ്ധിയുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയണ കുട്ടികളെ, ഞാൻ നിങ്ങളെ സ്വച്ഛ ബുദ്ധിയുള്ളവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനമാകുന്ന നെയ്യ് ഒഴിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ജ്ഞാനവും യോഗവും രണ്ടാണ്. യോഗത്തെ ജ്ഞാനം എന്ന് പറയില്ല. ചില കുട്ടികൾ പറയാണ് ബാബ എങ്ങനെ ഓർമ്മിക്കേണ്ടതെന്നുള്ളത് ബാബ പറഞ്ഞു തരല്ലേ, അതുകൊണ്ട് യോഗവും ജ്ഞാനമാണ് എന്ന്. പക്ഷേ അതിനെ ജ്ഞാനം എന്നല്ല പറയുക. ഇവിടെ അച്ഛനും മക്കളുമാണ്. ബच्चे जानते യഹ് ഹമാര ബാബ ഹെ. കുട്ടികൾക്ക് മനസ്സിലായി
ഇതെൻ്റെ അച്ഛനാണ് എന്ന്. इसमें ज्ञान की बात नहीं कहेंगे, ज्ञान तो विस्तार है. യോഗത്തെ ജ്ഞാനം എന്ന് പറയില്ല, ജ്ഞാനം വിസ്താരമാണ്. യോഗ എന്ന് വെച്ചാൽ ജസ്റ്റ് തന്നെ ആത്മാന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനെ ഓർമ്മിക്കലാണ്, സാരമാണ്. ബാബയും പറയണ എന്നെ ഓർമ്മിക്കൂ, അത്രമാത്രം ചെയ്താൽ മതി. ഇത് വളരെ കോമൺ ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെ ജ്ഞാനം എന്ന് പറയില്ല. കുട്ടി ജന്മം എടുത്ത ഉടനെ തീർച്ചയായിട്ടും അച്ഛനെ ഓർമ്മിക്കാൻ തുടങ്ങും. ജ്ഞാനം വിസ്താരമാണ് അല്ലേ. ജനിച്ച ഉടനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛനെ ഓർമ്മിക്കാനായിട്ട് പഠിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കും? ജ്ഞാനം വിസ്താരമാണ്. ബാബ പറയണ എന്നെ ഓർമ്മിക്കൂ. ഇത് ജ്ഞാനമല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആത്മാവാണ്, എൻ്റെ അച്ഛൻ പരംപിത പരമാത്മാവാണ് എന്ന്. അതിനെ ജ്ഞാനം എന്ന് പറയില്ല. ബാബയെ വിളിക്കുകയാണ്. ജ്ഞാനം എന്ന് വെച്ചാൽ നോളേജാണ്, വിസ്ഡം. ആൾക്കാർ MA പഠിക്കാറുണ്ട്, BA പഠിക്കാറുണ്ട്, എത്ര പുസ്തകങ്ങൾ അവർക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ബാബ പറയണം നിങ്ങൾ എൻ്റെ മക്കളാണ്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ യോഗം എന്നോട് യോജിപ്പിക്കൂ, അഥവാ എന്നെ ഓർമ്മിക്കൂ. അതിനെ ജ്ഞാനം എന്ന് പറയില്ല. ഇന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ബാബ, യോഗ വേറെയാണ്, ജ്ഞാനം വേറെയാണ് എന്ന്. കുട്ടികളല്ലെങ്കിൽ എൻ്റെ മക്കൾ തന്നെയാണ്. ആത്മാക്കൾ ഒരിക്കലും നശിക്കുന്നേയില്ല. ആരെങ്കിലും മരിക്കുമ്പം ആത്മാവാകുന്ന മരിച്ചതിന് ശേഷം ആ ആത്മാവിനെ വിളിക്കാറുണ്ട് ശ്രാദ്ധ കൂട്ടുമ്പം. ദേഹം നശിച്ചു പോയല്ലോ, പിന്നെ ആത്മാ എങ്ങനെ ആഹാരം കഴിക്കും? അതിനാണ് ബ്രാഹ്മണൻ്റെ ശരീരത്തിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് ബ്രാഹ്മണൻ കഴിക്കുമ്പോൾ ആത്മാവാണ് എൻ്റെ രുചി എടുക്കുന്നത് എന്നാണ് വിശ്വാസം. ഇതൊക്കെ ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ऐसे नहीं कि हमारे कहने से वह ഭക്തി മാർഗ് ബന്ദ് ഹോ ജായേഗ. നമ്മൾ ഭക്തി ചെയ്യേണ്ടെന്ന് പറഞ്ഞാലൊന്നും ആരും ഭക്തി നിർത്തുമൊന്നുമില്ല അല്ലേ. അനേക ജന്മങ്ങളായിട്ട് പരമ്പരയായിട്ട് നടക്കുന്ന കാര്യം എല്ലാവർക്കും അനുഭവമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാണ്ടാവില്ല. ആത്മ ഒരു ദേഹം ത്യജിച്ചിട്ട് വേറെ ദേഹം ധരിക്കുകയാണ്. കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും വ്യത്യാസം ഇപ്പോൾ സ്പഷ്ടമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബാബ പറയുന്ന മക്കളെ എന്നെ ഓർമ്മിക്കൂ, ഇത് ജ്ഞാനമല്ല, അത് യോഗമാണ്. ബാബ ഡയറക്റ്റ് പറഞ്ഞു തരാണ്. അതുകൊണ്ട് ഇതിനെ യോഗം എന്നാണ് പറയുക. സൃഷ്ടിയ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്നതിനെ ജ്ഞാനെന്ന് പറയും. യോഗം എന്ന് വെച്ചാൽ ഓർമ്മിക്കുക എന്നർത്ഥം, സ്മൃതി അല്ലേ. കുട്ടികളുടെ കടമയാണ് അച്ഛനെ ഓർമ്മിക്കുക എന്നത്. അവിടെ ലൗകിക അച്ഛനാണ്, ഇത് പരലൗകിക അച്ഛനാണ്. ബാബ നേരിട്ട് പറയണ കുട്ടികളോട് മക്കളെ എന്നെ ഓർമ്മിക്കൂ എന്ന്. ജ്ഞാനം വേറെ ആണ്. ബച്ചേക്കോ കഹന പടുത്താക്കി ബാബു യാദ് കറോ. കുട്ടികളോട് പറയണോ അച്ഛനെ ഓർമ്മിക്കുകയെന്ന്? കുട്ടികൾ തന്നെ ഓർമ്മിക്കും അച്ഛനെ അല്ലേ, സ്നേഹമുണ്ട്. ലൗകിക അച്ഛനെ ജന്മം അല്ല ഓർമ്മ വന്നപ്പോൾ മോൾക്ക് ഓർക്കാൻ തുടങ്ങി. ഇവിടെ വന്നിട്ട് ബാബയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുകയാണ് ദിവസവും മുരളിയിൽ. എന്നെ ഓർമ്മിക്കൂ, തന്നെ ആത്മാന്ന് മനസ്സിലായിട്ട് എന്നെ ഓർമ്മിക്കുന്നു ഡെയിലി മുരളിയിൽ പറയേണ്ടി വരികയാണ്. ഓർമ്മയിലാണ് പരിശ്രമം വേണ്ടിയിട്ട് വരുന്നത്. തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കും. യഹ് ബഹുത്ത് മേഹനത്ത് കാ കാം ഹെ. ഇത് നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. തബ് ബാബ കഹത്തെ യോഗമേ ടഹർ നഹി സക്തെ. അതുകൊണ്ട് ബാബ പറയാണ് യോഗത്തിൽ അധികം നേരം ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബച്ച ലിഖ്തെ ഹെ ബാബ യാദ് ഭൂൽ ജാത്തി ഹെ. അല്ല ജ്ഞാനം ഇല്ലെങ്കിൽ യോഗത്തിൽ മനസ്സ് ഉറച്ചു നിൽക്കില്ല. കുട്ടികൾ പറയണം ബാബയെ മറന്നു പോകുകയാണ് എന്ന്. ജ്ഞാനം മറക്കാറില്ല. ഒരിക്കൽ മനസ്സിലാക്കിയ ജ്ഞാനം അത് മനസ്സിലായി. ജ്ഞാനം സഹജമാണ്. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയില്ല. ഈ ഓർമ്മയിലാണ്, യോഗത്തിലാണ് മായ കൊടുങ്കാറ്റ് പോലെ വീശുന്നത്. ഭല ജ്ഞാൻമേ കോയി ബഹുത് തീക്കേ ഹെ, മുരളി ബഹുത് അച്ചി ചലാത്ത. ചില കുട്ടികൾ നല്ല ജ്ഞാനികളാണ്, എല്ലാവർക്കും നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അറിയാം. പക്ഷെ ബാബ ചോദിക്കുകയാണ് ഓർമ്മയുടെ ചാർട്ട് എഴുതാൻ പറഞ്ഞാൽ എത്ര സമയം ബാബയുടെ ഓർമ്മയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയും ഞാൻ ബാബ ഓർമ്മയ്ക്കായിരിക്കുമ്പോൾ മനസ്സലയാറുണ്ട് എന്ന്. ചാർട്ട് യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ എഴുതി കാണിക്കൂ എന്ന്. മക്കളെ ഓർമ്മയാണ് ഏറ്റവും മുഖ്യം. പതിതരാണ് വിളിക്കുന്നത് ഞങ്ങളെ പാവനമാക്കിയാലും എന്ന് അപേക്ഷിക്കുന്നത്. ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം എന്താണ്? ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം പാവനമാകുക എന്നതാണ്. അതിലാണ് മായ വിഘ്നം ഉണ്ടാക്കുന്നത്. ശിവ ഭഗവാന് വാച്ച്. ബാബ ഓർമ്മിക്കുന്നതിൽ നിരവധി കുട്ടികൾ കച്ചാണ്. നല്ല നല്ല കുട്ടികൾ
നന്നായിട്ട് മുരളിയൊക്കെ വായിക്കാറുണ്ട്, പക്ഷെ ഓർമ്മയിൽ ദുർബലരാണ്. യോഗത്തിൽ കൂടെ വികർമ്മങ്ങൾ വിനാശമാവുള്ളൂ. യോഗ ചെയ്താൽ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും ശാന്തമാകും. ഒരു ബാബ ഒഴികെ വേറെ ഒന്നും ഓർമ്മ വരാനേ പാടില്ല. ആരുടെ ദേഹം പോലും ഓർമ്മ വരരുത്. ആത്മാ ജാനത്തി ഹൈ യേ ഹമാരാ യേ സാരി ദുനിയ കലാസോനി ഹെ. ഈ മുഴുവനും ലോകം നശിക്കാൻ പോകുകയാണ്. അപ്പോൾ ഹം ജാത്തെ അപ്നെ ഘർ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോകുകയാണ് എന്നിപ്പോൾ ആത്മാവിന് മനസ്സിലായി. പിന്നെ നമ്മൾ നമ്മുടെ രാജധാനിയിലേക്ക് മടങ്ങി വരും. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കണം. ജ്ഞാൻ ജോ മിൽത്താ ഹെ വ അപ്നെ മേ രഹനാ ചാഹിയെ. നമുക്ക് കിട്ടുന്ന ഈ ജ്ഞാനം അയവറക്കണം, ഓർമ്മയുണ്ടാവണം, മറന്നു പോകാൻ പാടില്ല. ബാപ് തോ ഹേ യോഗേശ്വർ ജോ യാദ് ദിലാത്തെ ഹെ. ബാബ യോഗേശ്വരനാണ്. കുട്ടികളോട് ബാബ ഓർമ്മിക്കാനായിട്ട് ബാബ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈശ്വരനെ യോഗേശ്വരൻ എന്ന് പറയാൻ പാടില്ല. യോഗ ചെയ്യണവരാണ് യോഗേശ്വരന്മാർ. ഈശ്വരന് യോഗ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളാണ് യോഗേശ്വരന്മാർ. ഈശ്വർ ബാപ്പ് കഹത്തെ മുജെ യാദ് കറോ. ഈശ്വരനാകുന്ന ആത്മാക്കളുടെ അച്ഛൻ പറയാണ്, എന്നെ ഓർമ്മിക്കൂ. അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഈശ്വരനാണ്, അച്ഛനാണ്. വഹ് നിരാകാർ ബാബ് ശരീർ ദ്വാര സുനാത്തെ. നിരാകാരായിട്ടുള്ള അച്ഛൻ ദേഹത്തിലൂടെ കുട്ടികൾക്ക് ജ്ഞാനം പറഞ്ഞു തരാണ്. കുട്ടികളും ദേഹത്തിലൂടെയാണ് കേൾക്കുന്നത്. കൈത്തോ യോഗമേ ബഹുത് കച്ചേ. നിരവധി കുട്ടികൾ യോഗത്തിൽ വളരെ പരിപക്വത ഇല്ല, എത്തിയിട്ടില്ല, കച്ചാണ്. ചില കുട്ടികളാണെങ്കിൽ ബാബ ഓർമ്മിക്കുന്നേ ഇല്ല. ജന്മജന്മാന്തരത്തെ പാപം തലയുടെ മുകളിലുണ്ട്. സബ്കി സജാക്കായെങ്കിൽ പിന്നെ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. യഹാ ആക്കർ ജോ പാപ് കർത്തെ ഹെ വ തോ ഓർ ഹി 100 ഗുണ സജാ ഖായെങ്കിൽ. ബാബയുടെ കുട്ടിയതിന് ശേഷവും പിന്നെ പാപം ചെയ്താൽ 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജ്ഞാൻ കി തിക് തിക് തോ ബഹുത് കർത്തെ ഹെ. ജ്ഞാനം നന്നായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ, അത് പറയാനൊക്കെ അറിയാം. പക്ഷെ യോഗ ചെയ്യുന്നേ ഇല്ല, അതുകൊണ്ട് പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ തന്നെ പച്ചയായിട്ട് പരിപക്വതയില്ലാത്ത അവസ്ഥ അങ്ങനെ തന്നെ തുടരാണ്. ഇസ്ലേ സച്ചി സച്ചി മാല ആട്കി ബനി ഹെ. അതുകൊണ്ടാണ് വെറും 8 പേരുടെ മാലയാണ് സത്യമായിട്ടുള്ള മാല. 9 രത്നങ്ങളും വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. 108 രത്നങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? 108 രത്നങ്ങളുടെ ആഭരണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ആരും. അഷ്ടരത്നങ്ങളുടെ മോതിരം ഉണ്ടാക്കാറുണ്ട്, ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബഹുത്തെ ജോ ഇൻ ബാത്തോക്ക് പൂരാ സമസ്ത നഹി ഹെ. നിരവധി പേര് ക്ലാസ്സിന് വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തവരും ഉണ്ട്. യാദ് കോ ജ്ഞാൻ നഹി കാ ജാത്ത. മക്കളെ, ഓർമ്മയെ ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാൻ സൃഷ്ടിചക്രക്കോ കഹാ ജാത്ത ഹെ, ശാസ്ത്രമേ ജ്ഞാൻ നഹി ഹെ. സൃഷ്ടിചക്രത്തെയാണ് ഓർമ്മ എന്ന് പറയുന്നത്, ശാസ്ത്രങ്ങളിൽ ജ്ഞാനമൊന്നുമില്ല. വഹേ ഭക്തി മാർഗ്, അത് ഭക്തി മാർഗമാണ്. ബാബ് ഖുദ് കഹത്തെ ഹെ മേ ഇൻമേ നഹി മിൽത്ത. ബാബ സ്വയം പറയാണ്, മക്കളെ എന്നെ ഇതിലൂടെ കിട്ടില്ല. സാധുവോ ആദി സബ്ക ഉദ്ധാർ കർണേ മേ ആത്താ ഹും. ഞാൻ ഇവിടെ വരണം, അല്ലാണ്ട് നിങ്ങളൊന്നും എന്നെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധു സന്യാസിമാരെ പോലും ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അവതരിക്കുകയാണ്. വോ സമസ്ത ബ്രഹ്മമേ ലീൻ ഹോനാ ഹെ. അവർ വിചാരിക്കുകയാണ് ബ്രഹ്മത്തിൽ ലയിച്ച് ചേരാൻ പറ്റും എന്ന്. ഫിർ മിസാൽ ദേത്തെ ഹെ പാനിക്ക് ബുദ്ബുദേക്ക. പിന്നെ വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ എക്സാമ്പിൾ പറയാറുണ്ട്. അഭി തും ഏസെ നഹി കഹെങ്കെ. നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും പറയില്ല. തും തോ ജാനത്തെ ഹോ ഹം ആത്മായെ ബാപ് കെ ബച്ചെ ഹെ. കുട്ടികൾക്ക് മനസ്സിലായി ആത്മാക്കളായി നമ്മളെല്ലാവരും അച്ഛൻ്റെ മക്കളാണ് എന്ന്. ബാബ പറയുന്ന മക്കളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ അക്ഷർ ബി കഹത്തെ ഹെ പരന്തു അർത്ഥ നഹി സമസ്തെ. ആൾക്കാർ ഇതൊക്കെ പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ആർക്കും അറിഞ്ഞുകൂടാ. ബൽ കഹ ദേത്തെ ഹം ആത്മായെ പരന്തു ആത്മാ ക്യാ ഹെ. ആത്മാ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, പക്ഷെ ആത്മാ എന്താണ്? ആത്മാ പരമാത്മ ഒന്നാണെന്നാണ് പറയണത്. ആത്മാ എന്താണ്, പരമാത്മ എന്താണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ചിലർ പറയണ ആത്മാ ഭ്രൂമധ്യത്തിൽ വസിക്കുന്നത്, ചിലർ പറയണ കുണ്ടലിനിലാണ് ആത്മാ ഉള്ളത് എന്ന്. ബാബ വന്നിട്ടാണ് യഥാർത്ഥമായിട്ടുള്ള രഹസ്യങ്ങൾ പറഞ്ഞു തരണത്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി നമ്മുടെ ആത്മാക്കളുടെ എല്ലാവരുടെയും വീട് അത് പരംധാമമാണ്. വഹാ സാര സിജ്രാഹെ. അവിടെ ആത്മാക്കളുടെ മുഴുവൻ വംശം അവിടെയുണ്ട്. തലകാട്ടിലെ വിഷയത്തിൻ്റെ ആകൃതിയിൽ എല്ലാ ആത്മാക്കളും അവിടെ ഉണ്ടായിരുന്നത്. ഹരേക്ക് ആത്മാക്കോ അപ്പന അപ്പന പാർട്ട് മില്ലാ ഹുവാ ഹെ.
ഓരോ ആത്മാവിനും അവരുടേതായിട്ടുള്ള പാർട്ട് കിട്ടിയിട്ടുണ്ട്. സുഖ് കോൺ ദേത്തെ ഹെ, ദുഃഖ് കോൺ ദേത്തെ, എ ബി കിസ്കോ പത്താ നഹീ ഹെ. സുഖം ആരാണ് തരണത്, ദുഃഖം ആരാണത് തരണത് എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ആരാ തരുന്നത് സുഖം? ശിവബാബയാണ് സുഖം തരുന്നത്. ദുഃഖം തരുന്നതോ അല്ലേ രാവണനാണ്, വികാരങ്ങൾ കാരണം ദുഃഖം എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഭക്തി ഹെ രാത്ത്, ജ്ഞാൻ ഹെ ദിൻ. മക്കളെ, ഭക്തി രാത്രിയാണ്, ജ്ഞാനം പകലാണ്. 63 ജന്മം രാത്രിയിൽ നിങ്ങൾ ഇരുട്ടത്ത് തപ്പി തടഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വന്ന് ജ്ഞാനം തരാണ്. ജ്ഞാനം തരാൻ എത്ര നേരം വേണം? ഇല്ല, ജ്ഞാനം നമുക്ക് മനസ്സിലാവാൻ എത്ര സമയം വേണം? സെക്കൻഡ് മതി. ഏതോ ഗായ ഹുവാ ഹെ, സെക്കൻഡ് മേ ജീവൻ മുക്തി. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പ്രശംസിച്ചിട്ടുമുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. പതീത പാവനനും ഞാൻ തന്നെയാണ്. എന്നെ ഓർമ്മിച്ചാൽ നിങ്ങൾ പാവനമായി തീരും. സത്യ, ത്രേത, ദ്വാപർ, കലിയുഗമാകുന്ന ചക്രമാണിത്. നാം ഭി ജാനത്തെ ഹെ, പരന്തു പത്തർ ബുദ്ധി എസേ ഹെ, ടൈം കാ കിസ്കോ പത്താ നഹീ ഹെ. ഇതൊക്കെ അറിയാം എല്ലാവർക്കും. 4 ചതുർയുഗങ്ങളുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 4 യുഗങ്ങളുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ സമയം ആർക്കും അറിഞ്ഞു, ഡ്യൂറേഷൻ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് പറയാം? ഇപ്പോൾ സംഗമയുഗമാണെന്ന് അറിയില്ല. ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം അതല്ലേ. അപ്പോൾ കല്ല് ബുദ്ധി തന്നെ പറയാൻ സാധിക്കാം. സമസ്ത ബി ഹെ, ഘോർ കലിയുഗ ഹെ. ഘോരമായിട്ടുള്ള കലിയുഗമാണെന്നറിയാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കർമ്മം ചെയ്യണ്ടേ. കലിയുഗല്ലേ, എല്ലാവരെ പോലെ നമ്മൾ ആകല്ലല്ലോ വേണ്ടേ. നമ്മുടെ കർമ്മം ഡിഫറെൻ്റ് ആയിരിക്കണ്ടേ. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അഗർ കലിയുഗ അബി ബി ചലേഗ तो घोर अंधेरा हो जाएगा, इसलिए गाया हुआ है कुंभकर्ण की नींद में सोए थे और विनाश हो गया. ഇപ്പോൾ കലിയുഗമാണ്. ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായിരിക്കാം ലോകത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ കുംഭകർണൻ്റെ ഗാഠനിദ്രയിലായിരുന്നു, ഈശ്വരൻ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്, വിനാശം സംഭവിച്ചു എന്ന്. അല്പമെങ്കിലും ജ്ഞാനം കേട്ടാൽ പ്രജകളിലെങ്കിലും വരും. കഹാ ഈ ലക്ഷ്മി നാരായണൻ, കഹാ പ്രജ അല്ലേ. ഈ ലക്ഷ്മി നാരായണൻ എവിടെ? ആ പ്രജ എവിടെ? അറ്റ്ലീസ്റ്റ് പ്രജയെങ്കിലും ആകണമെങ്കിൽ കുറച്ചെങ്കിലും ജ്ഞാനം കേൾക്കണം. പഠാനേ വാലത്തു ഏകി ഹെ, രണ്ടുപേരെയും പഠിപ്പിച്ചത് ഒരേ ശിവബാബ തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ ഭാഗ്യം ഉണ്ടാക്കണം. അല്ല, അവരവർ തന്നെ അവരവരുടെ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. കൊയ് തോ സ്കോളർഷിപ്പ് ലേലത്തെ ഹെ, കൊയ് ഫെയിൽ ബി ഹോ ജാത്തെ. സ്കൂളിൽ അങ്ങനെയല്ലേ. ചില കുട്ടികളാണെങ്കിൽ സ്കോളർഷിപ്പ് വാങ്ങാറുണ്ട്, ചില കുട്ടികൾ തോറ്റും പോകാറുണ്ട്. രാം കോ ബാൺ കി നിശാനി ക്യോं दी है. രാമൻ്റെ കയ്യിൽ, രാമൻ്റെ തൂണിരത്തിലെ ബാണം കാണിച്ചിട്ടുണ്ട്, കയ്യിൽ വില്ലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചിരിക്കുന്നത്? ത്രേതായുഗത്തിൽ വരുന്നവർ തോറ്റുപോയവരാണ്. ഇത് ഗീതാ പാഠശാലയാണ്. कोई तो कुछ भी मार्क लेने लायक नहीं है. ചില കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി മാർക്ക് വാങ്ങാൻ അർഹതയില്ലാത്തവരാണ്. ചിലർക്കൊക്കെ മൈനസ് മാർക്കാണ്. ഞാൻ ആത്മാ ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. ഇങ്ങനെയാണ് ബാബയെ ഓർമ്മിക്കേണ്ടത്. എന്നിട്ടും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് പദവി കിട്ടാനാണ്? ബാബയെ ഓർമ്മിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടമുണ്ടാവും. എന്തുകൊണ്ടാണ് ബാബയുടെ ഓർമ്മ വരാത്തത്? എന്തുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ മനസ്സാലയുന്നത് അല്ലെങ്കിൽ ഉറക്കം വരുന്നത്? എന്തുകൊണ്ടാണ്? പകൽ മുഴുവൻ ശ്രദ്ധിക്കുന്നില്ല, വിചാരങ്ങളുടെ മേൽ അറ്റൻഷനില്ല. യാദ് കാ ബൽ ബഹുത് കമാൽ കർത്താ ഹെ. ഓർമ്മയുടെ ബലം വളരെയധികം അതിശയങ്ങൾ ചെയ്ത് കാണിക്കും. കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമാകും, അല്ലേ, ശീതളമാകും. പിന്നെ ഇതൊക്കെ അതിശയം ചെയ്യാറ്. മെഡിറ്റേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ മനസ്സ് ശാന്തമാവും. മനസ്സ് സമാധാനത്തിന് വേണ്ടി സാധിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യണത്? മനസ്സിന് സന്തോഷം കിട്ടും. സന്തോഷത്തിന് വേണ്ടി ആൾക്കാർ എത്ര കാശ് ചിലവാക്കുന്നുണ്ട്, അല്ലെ, എവിടെയൊക്കെ പോകുന്നുണ്ട്. മദ്യപാനം, പുകവലി, അതൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? എത്ര ദിവസം പോയിട്ട് അവിടെ അഡ്മിറ്റ് ആവണം. തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും പണ്ടത്തെ പോലെ ആവും. അതേ കൂട്ടുകെട്ടും അതേ കൂട്ടുകാരുടെയും ഇടയിൽ പെട്ടുപോകുമ്പോൾ പിന്നെ പണ്ടത്തേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ ബാബടുത്ത് വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഇല്ല, റിലാക്സ് ആവില്ല. അവർ പോലും അറിയേണ്ടവരതൊക്കെ മുക്തമാകുന്നത്, അല്ലേ. ബാബയുടെ കർമ്മേന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ട് ശാന്തമാകുന്നുണ്ട്, ശീതളമാകുന്നുണ്ട്. ജ്ഞാനത്തിലൂടെ ശാന്തി. ജ്ഞാനം കേൾക്കുമ്പോഴും പറയുമ്പോഴൊക്കെ നമ്മൾ മിണ്ടാതിരുന്ന് നടക്കുമോ?
നമ്മൾ ശാന്തിയിലല്ല, സംസാരത്തിലാണ്, ടോക്കിയിലാണ്. യോഗത്തിൽ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, ശാന്തമായിട്ടിരിക്കുകയാണ്. യോഗത്തിലാണ് നമ്മൾ ശാന്തമാകുന്നത്. ഭാരതവാസികൾ എന്നെ വിളിച്ചത് ഇവിടെ വന്ന് ഗീതാജ്ഞാനം കേൾപ്പിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആരാ വരിക? ശ്രീകൃഷ്ണാത്മാവാണോ വരിക? കൊയ് സിംഹാസൻ പർ തൊടഹി ബേട്ടത്തെ, ആകാശ സിംഹാസനം ഉപേക്ഷിച്ച് വന്നാലും എന്നല്ലേ ഇന്നത്തെ പാട്ട്. സിംഹാസനത്തിലാണോ ഭഗവാൻ ഇരിക്കുന്നത്? ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? ദേഹധാരികളെയാണോ? അഗർ കൊയ് കഹേ ഹം ക്രൈസ്റ്റ് കി ആത്മാക്കോ യാദ് കർത്തേ ഹെ. ചിലർ പറയാറുണ്ട് ഞങ്ങൾ ക്രൈസ്റ്റിനെയാണ് ഓർമ്മിക്കുന്നത് എന്ന്. ആ ക്രൈസ്റ്റിൻ്റെ ആത്മ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്, വേറെ ജന്മത്തിൽ, വേറെ ശരീരത്തിൽ ഇവിടെ തന്നെയുണ്ട്. ക്രൈസ്റ്റിൻ്റെ സോള്, ആത്മാവ് പല ജന്മങ്ങളെടുത്തിട്ട് ശരീരം ഇവിടെ തന്നെയാണ് ഉള്ളത്. ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല. നമ്പർ 1 ആയിട്ട് ഇവിടെ വന്ന ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ തന്നെ മുഴുവനും 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ ആർക്കെങ്കിലും എങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കും? ഇതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട് അല്ലെ? എപ്പോഴാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ആ സമയത്ത് വരുന്നത്, എപ്പോഴാണ് തിരിച്ചു പോകുക, എല്ലാം കണക്ക് വളരെ കൃത്യമാണ് അല്ലേ? ഭഗവാന്റെ നാടകം വെൽ പ്ലാൻഡാണ്, അതിലൊരു മിസ്റ്റേക്കും ഇല്ല. അതിലൊന്നും, എല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് നടക്കും. ഒരു അപ്പ് ആൻഡ് ഡൗണും അതിൽ നടക്കില്ല. മനുഷ്യർ എന്തൊക്കെ പറയണ എല്ലാം നുണ തന്നെയാണ് അല്ലേ? വെറും അനുമാനം, എന്തൊക്കെയോ ആലോചിച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അരകൽപ്പം ഇത് നുണയുടെ ദേശമായിരുന്നു അല്ലേ? പറയാം ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് പറയുന്നത്. ഇത് നുണയുടെ നാടായിരുന്നു. അരകൽപ്പം സച്ച് ഖണ്ഡാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവണം, വർത്തമാന സമയത്ത് എല്ലാവരും നരകവാസിയായി. പിന്നെ സ്വർഗവാസി ഭാരതവാസികൾ തന്നെയാണ് അങ്ങനെ ആവണത്. എത്ര വേദങ്ങളും ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തൊക്കെയാണ് ആൾക്കാർ പഠിക്കുന്നത്, വായിക്കുന്നത്. ഇതിൽ കൂടെ മുക്തി കിട്ടുമോ? ഇതൊക്കെ പഠിച്ചുകൊണ്ടും ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വസ്തുവിനും സതോ രജോ തമോ എന്ന അവസ്ഥകൾ കൂടെ, ത്രിഗുണമായി എന്നല്ലേ പറയാം, അവസ്ഥ കൂടെ എല്ലാവർക്കും കടന്നു പോകണം. വേൾഡ് എന്ന് എന്തിനാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചും ആർക്കും ജ്ഞാനമില്ല. ഏതോ ബാബ് സമ്മൂക്ക് ബേട്ട് സംജാത്തെ. ഇവിടെ ബാബ സന്മുഖത്തിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. ദേവീ ദേവതാ ധർമ്മം കബ് കിസ്നെ സ്ഥാപൻ കിയ. ദേവീ ദേവതാ ധർമ്മം ആര് എപ്പോഴാണ് സ്ഥാപിച്ചത്? ഭാരതവാസികൾക്കൊന്നും തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരണ കുട്ടികളെ, ജ്ഞാനത്തിൽ എത്ര നല്ലവരാണെങ്കിലും യോഗത്തിൽ കച്ചാണ് എന്നുണ്ടെങ്കിൽ തോറ്റുപോകും. നന്നായിട്ട് ജ്ഞാനം പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയാം, പക്ഷേ യോഗ ഇല്ലെങ്കിൽ തോറ്റുപോകും. യോഗമില്ലെങ്കിൽ വികർമ്മങ്ങളിങ്ങനെ വിനാശമാകും, ഉയർന്ന പദവി ലഭിക്കില്ല. ഇന്ദ്രിയങ്ങൾ ചഞ്ചലത കാണിക്കും, നല്ല കർമ്മമല്ല, പിന്നെ അങ്ങനെ ഉയർന്ന പദവി കിട്ടും. ജോ യോഗമേ മസ്തേ വഹി ഊഞ്ച് പത് പായെങ്കിൽ. യോഗത്തിൽ നല്ല ആനന്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കാണ് ഉയർന്ന പദവി നേടിയെടുക്കാൻ സാധിക്കുന്നത്. അവരുടെ കർമ്മേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ യോഗത്തിൽ ഞാൻ നല്ലതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? കർമ്മേന്ദ്രിയങ്ങൾ വളരെ ശീതളമായിരിക്കും. ദേഹസഹിതം എല്ലാറ്റിനെയും മറന്ന് ദേഹി അഭിമാനിയായിട്ടുണ്ടാകും. ഹം അശരീരി ഹെ അബ് ജാത്തെ ഹെ ഗർ അല്ലേ? നന്നായിട്ട് യോഗ ചെയ്യണവർക്കറിയാം ഞാൻ അശരീരിയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ട് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും മൂണിലും മുറക്കത്തിലും ഒക്കെ ഓർമ്മിക്കുമോ, ഇപ്പം എനിക്ക് ഈ ദേഹം ത്യജിക്കണം, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങണം, പിന്നെ എൻ്റെ രാജധാനിയിലേക്ക് വരണം. ഹംനെ പാർട്ട് ബജായ അബ് ജാത്തെ ഹെ ഗർ. 84 ശരീരം ധരിച്ചിട്ട് ഞാൻ പാട്ട് അഭിനയിച്ചു, ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ജ്ഞാൻ तो मिला है, जैसे बाप में ज्ञान है उनको तो किसको याद नहीं करना है. ജ്ഞാനം കിട്ടി നമുക്ക്, ശിവബാബയ്ക്ക് ജ്ഞാനമുണ്ട്, ബാബയ്ക്ക് പക്ഷേ യോഗ ചെയ്യേണ്ട അല്ല. ആരെങ്കിലും ഓർമ്മിക്കണോ? പഠിപ്പിച്ചാൽ മതി, യോഗ ചെയ്യേണ്ട. യാദ് തോ തും ബച്ചോ കോ കർണ ഹെ. ഓർമ്മിക്കേണ്ടത് കുട്ടികളായ നിങ്ങളാണ്. ബാപ്കോ ജ്ഞാൻ സാഗർ കഹാ ജാത്ത ഹെ. ബാബയെ പ്രശംസിക്കുന്നത് ജ്ഞാനസാഗരം എന്ന് പറഞ്ഞിട്ടാണ്. യോഗസാഗരം എന്ന് പറയാറില്ല. ചക്രത്തിന് ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്, തൻ്റെ പരിചയവും തരുന്നുണ്ട്. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയില്ല. യാദത്തോ ബച്ചോങ്കോ ആപ്പേ ഹി ആ ജാത്തി ഹെ. ബാബയുടെ ഓർമ്മ കുട്ടികൾക്ക് താനെ മനസ്സിലേക്ക് വരണം. യാദത്തോ കർണ ഹി ഹെ. മക്കളെ ബാബ ഓർമ്മിച്ചേ പറ്റും, ഓർമ്മിക്കണം. അല്ലെങ്കിൽ ആസ്തി എങ്ങനെ കിട്ടും? ബാബ അച്ഛനാണല്ലോ, അച്ഛൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ആസ്തി കിട്ടണ്ടേ.
ബാക്കി ജ്ഞാനം. ഹം 84 ജനം കേസിലെത്തെ. ജ്ഞാനം എന്താണ്? നമ്മളെങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്? തമോ പ്രധാനത്തിൽ നിന്ന് എങ്ങനെയാണ് സദോ പ്രധാനമാകുന്നത്? സദോ പ്രധാന അവസ്ഥയിൽ നിന്ന് പിന്നെ എങ്ങനെ വീണ്ടും തമോ പ്രധാനമായി? ഇതൊക്കെ ബാബ മനസ്സിലാക്കി തരാണ്. ഇപ്പം സദോ പ്രധാനമാകേണ്ട സമയമാണ്. അതിനുള്ള ഏകമാർഗം എന്താണ്? ഏകമാർഗം ബാബയെ ഓർമ്മിക്കുന്നത് മാത്രമാണ്. തും റുഹാനി ബച്ചെ റുഹാനി ബാപ് കെ പാസ് ആയേ ഹോ. ആത്മീയ മക്കളായി നിങ്ങളെല്ലാവരും ആത്മീയ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആത്മീയ അച്ഛനും തീർച്ചയായിട്ടും ദേഹത്തെ ആധാരമാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാബ പറയണം, ഞാൻ ഈ വൃദ്ധദേഹത്തിലെ പ്രവേശിക്കുകയാണ്. ഈ ബ്രഹ്മ ബാബയുടെയും വാനപ്രസ്ഥാവസ്ഥയാണ്. അബ് ബാപ് ആത്തെ ഹെ തബ് സാരേ സൃഷ്ടി കാ കല്യാൺ ഹോത്താ ഹെ. ബാബ വരുമ്പോഴാണ് മുഴുവനും സൃഷ്ടിയുടെ മംഗളം നടക്കുന്നത്. യഹ് സൗഭാഗ്യശാലി രഥ്. ബ്രഹ്മബാബയുടെ ശരീരം സൗഭാഗ്യശാലി രഥമാണ്. ഇതിലൂടെ എത്ര സേവയാണ് നടക്കുന്നത്. തോ ശരീർ കാ ബാൻ ചോടനെ കെ ലിയേ യാദ് ചാഹിയെ. മക്കളെ, അതുകൊണ്ട് ദേഹത്തിനോടുള്ള ആകർഷണം ഇല്ലാതാകുന്നതിന് ബാബയെ ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിക്കുന്നത് ജ്ഞാനമല്ല, ജാസ്തി യാദ് സിക്ലാനി ഹെ. ജ്ഞാൻ തോ സഹജ്, യോഗം യോഗം ആണ് കൂടുതലും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ജ്ഞാനം സഹജമാണ്. കൊച്ചുകുട്ടികൾ പോലും ജ്ഞാനം പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ? എക്സിബിഷനൊക്കെ വയ്ക്കുമ്പം കൊച്ചുകുട്ടികൾ പോലും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ബാക്കി ബാബ ഓർമ്മിക്കുന്ന കാര്യത്തിലാണ് നല്ല ശ്രദ്ധ ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സ് സ്ലിപ്പായി പോകും. ഏകയ്ക്ക് യാദ് രഹേ ഇസ്കോ കഹാ ജാത്ത ഹെ അവ്യഭിചാരി യാദ്. എത്ര നേരം യോഗ ചെയ്തായിരുന്നു അത്ര നേരം ഒരു ബാബയുടെ മാത്രം ഓർമ്മ, വേറെ ഒന്നും ഓർമ്മ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ വ്യഭിചാരി ഓർമ്മ എന്ന് പറയുന്നത്. കിസ്കെ ശരീർ കോ യാദ് കർണ, ആരെങ്കിലും ദേഹത്തെ ഓർമ്മിക്കുക. വഹേ വ്യഭിചാരി യാദ്, അത് വ്യഭിചാരിയായിട്ടുള്ള ഓർമ്മയാണ്. മക്കളെ, യാദ് സേ സബ്കോ ഭൂൽ അശരീരി ബന്ന ഹെ. ഓർമ്മയുടെ ശക്തിയിലൂടെ എല്ലാവരെയും മറന്നിട്ട് അശരീരിയാകണം. അച്ഛാ, मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. शुक्रिया बाबा, शुक्रिया. धारणा के लिए मुख्य सार. आदित्य पॉइंट आना, याद के बल से अपनी कर्मेंद्रियों को शीतल शांत बनाना है. ഓർമ്മയുടെ ബലത്തിലൂടെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ ശീതളവും ശാന്തവുമാക്കണം. ഫുൾ പാസ് ഹോനെ കെ ലിയേ യഥാർത്ഥ രീതി ബാപ് കോ യാദ് കർ പാവൻ ബന്ന ഹെ. ഫുൾ പാസ്സാകാനായിട്ട് യഥാർത്ഥമായ രീതിയിൽ അച്ഛനെ ഓർമ്മിച്ച് പാവനമാകണം. സെക്കൻഡ് പോയിൻറ്റ്, ഉടുത്തെ ബേട്ടത്തെ യാദ് മേ രഹേ കി അബി ഹം യഹ് പുരാണ ശരീർ ചോട് വാപ്പിസ് ഘർ ജായെങ്കെ. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഊണിലും ഉറക്കത്തിലൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം, ഞാൻ ഈ പഴയ ദേഹം ത്യജിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണം എന്ന്. ജैसे ബാപ്പ് മേ സബ് ജ്ഞാൻ ഹെ ऐसे മാസ്റ്റർ ജ്ഞാൻ സാഗർ ബന്ന ഹെ. ഇങ്ങനെ ബാബയിൽ മുഴുവനും ജ്ഞാനമുണ്ട്. കുട്ടികൾ അതേപോലെ മാസ്റ്റർ ജ്ഞാനസാഗരമാകണം. ഇന്നത്തെ വരദാനം, कंबाइंड स्वरूप की स्मृति द्वारा श्रेष्ठ स्थिति की सीट पर सेट रहने वाले सदा संपन्न भव. കമ്പൈൻഡ് സ്വരൂപത്തെ സ്മരിച്ച്, എന്താണ് കമ്പൈൻഡ് സ്വരൂപം? ഞാനും ബാബയും കമ്പൈൻഡാണ്. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല. ഞാനും ബാബയും കമ്പാനിയൻ പോലും അല്ല, കമ്പൈൻഡാണ് എന്ന് സ്മരിച്ച്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥിതി. അങ്ങനത്തെ ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന സീറ്റിൽ സെറ്റാകുന്ന സദാ സമ്പന്ന ഭവ. അപ്പോൾ ആത്മാവിന് പെട്ടെന്ന് എല്ലാ ഗുണങ്ങൾ കൊണ്ടും ചാർജാകാൻ പറ്റും. അതിൻ്റെ എക്സ്പ്ലനേഷൻ, സംഗം യുഗത്തിൽ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതി ഉണ്ടെങ്കിൽ അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും സംഭവ്യമാകും. ഞാൻ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപമാണ് എന്നോർമ്മിച്ചാൽ, യഹി സർവശ്രേഷ്ഠ സ്വരൂപ് ഹെ, ഇതാണ് സർവശ്രേഷ്ഠ സ്വരൂപം. ഇസ് സ്വരൂപ് മേ സ്ഥിത് രഹനെ സെ സമ്പൻ ഭവ കാ വരദാൻ മിൽ ജാത്ത ഹെ. ഈ സ്വരൂപത്തിൽ സെറ്റായാൽ, സ്ഥിതി ചെയ്താൽ സമ്പന്ന ഭവ എന്ന വരം ലഭിക്കുന്നു. ബാപ് ദാദാ സഭി ബച്ചോं को സദാ സുഖദായി സ്ഥിതി की സീറ്റ് ദേത്തെ ഹെ. ബാപ് ദാദ എല്ലാ കുട്ടികൾക്കും സദാ
സുഖദായി സ്ഥിതിയാകുന്ന സീറ്റ് നൽകുകയാണ്. സദാ ഇസി സീറ്റ് पर സെറ്റ് രഹോ, സദാ ഈ സീറ്റിൽ തന്നെ സെറ്റാകൂ. तो अतीन्द्र सुख के झूले में झूलते रहेंगे. അപ്പോൾ അതീന്ദ്രിയ സുഖമാകുന്ന ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കാൻ പറ്റും. സിർഫ് വിസ്മൃതിക്ക് സംസ്കാർ സമാപ്ത് കറോ, വിസ്മൃത സംസ്കാരത്തെ സമാപ്തമാക്കിയാൽ മാത്രം മതി. ഇന്നത്തെ സ്ലോഗൻ പവർഫുൾ വൃത്തി ദ്വാര ആത്മാവോങ്കോ യോഗ്യ ഓർ യോഗി ബനാവോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ശക്തിശാലിയാക്കിയിട്ട് എല്ലാ ആത്മാക്കളെയും യോഗ്യതയുള്ളവരും യോഗിയും ആക്കൂ. ഈ മാസത്തെ അവ്യക്ത സൂചന, ഏകാന്തപ്രിയരായാൽ ഏകതയും ഏകാഗ്രതയും കൈവരിക്കാൻ കഴിയും. അതിൻ്റെ വിശദീകരണമാണ്, ഏക് മത് കാ വാതാവരൺ തബ് ബനേഗ ജബ് സമാനയ്ക്ക് ശക്തി ഹോഗി. എല്ലാവരുടെയും കുറ്റങ്ങളോടും കുറവുകളോടും കൂടി എല്ലാവരെയും അംഗീകരിക്കുക, ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, സ്നേഹിക്കുക. അതിനുള്ള ശക്തി ഉണ്ടെങ്കിലേ ഒരുമയുടെ വായുമണ്ഡലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട് തീർച്ചയായിട്ടും. ആ വീക്ക്നെസ്സോടു കൂടി എല്ലാവരെയും ഉൾക്കൊള്ളുക, സ്നേഹിക്കുക, അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരുമയുടെ വായുമണ്ഡലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടതാണ് സമാനയ്ക്ക് ശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി. തോ ഭിന്നതാക്കോ സമാവോ. ആ ഭിന്നതയെ എല്ലാവരും എന്നെപ്പോലെ തന്നെ ഉണ്ടാവണം എന്ന് വിചാരിക്കേണ്ട. മറ്റുള്ളവരുടെ വിശേഷത, എൻ്റെ സ്വഭാവം നല്ല ഗംഭീരതയാണ്, വേറൊരു വ്യക്തി നല്ല ജോളി ടൈപ്പാണെന്നിരിക്കട്ടെ, എനിക്കില്ലാത്ത സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അതെന്ത് ഇയാൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കരുത്. ഇല്ല, അത് എൻജോയ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. മമ്മ വളരെ ഗംഭീര സ്വഭാവമായിരുന്നു. ബാബയാണെങ്കിൽ എപ്പോഴും എല്ലാറ്റിനും ജോളിയായിട്ട് എടുക്കുമായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശ പറയും, എന്തെങ്കിലുമൊക്കെ എപ്പോഴും ബാബ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടുപേരുടെ സ്വഭാവം വേറെ വേറെയാണ്. രണ്ടുപേരും കൂടിയല്ലേ മുഴുവനും കൽപ്പത്തിൽ ഈ സൃഷ്ടിയിലെ ധർമ്മത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ നമ്മളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള സംസ്കാരത്തെ നമ്മൾ എൻജോയ് ചെയ്യണം. അതുകൊണ്ട് പറയുന്നത് ഭിന്നതയെ ഉൾക്കൊള്ളൂ. തബ് ആപ്പസ് മേ ഏകദാസെ സമീപായെങ്കിൽ, അപ്പോഴേ നമ്മൾ പരസ്പരം ഒരുമയോടുകൂടി സമീപത്ത് വരുള്ളൂ. ഓർ സർവ്വക്കെ ആകെ ദൃഷ്ടാന്ത രൂപ ബനെങ്കിൽ, അപ്പോഴെല്ലാവരുടെയും മുന്നിൽ എക്സാമ്പിളാകാനും സാധിക്കുള്ളൂ. ബ്രാഹ്മൺ പരിവാർക്ക് വിശേഷത ഹേ അനേക് ഹോത്തെ ബി ഏക്. ബ്രാഹ്മണ സംസ്കാരം, ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വിശേഷത എന്താണ്? അനേകതയിൽ ഒരുമ, എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയില്ലേ. ഏകതാക്ക വൈബ്രേഷൻ സാരേ വിശ്വമേ ഏക് ധർമ്മ. ഇപ്പം നമ്മൾ ധാരണ ചെയ്യണ ഏകത, ഒരുമയുടെ വൈബ്രേഷനാണ്. ഈ മുഴുവനും ലോകത്തിൽ ഒരു ധർമ്മം, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു ചക്രവർത്തിനി എന്ന സാമ്രാജ്യത്തിൻ്റെ സ്ഥാപന നിർവഹിക്കുന്നത്. അതുകൊണ്ട് വിശേഷ അറ്റൻഷൻ വെച്ചിട്ട് ഭിന്നത ഇല്ലാതാക്കി ഏകത കൊണ്ടുവരണം. അല്ല, ഗ്രൂപ്പ് ആകാൻ പാടില്ല, എല്ലാവരും കൂടെ ഒന്നാവണം. അതാണ് ഇന്നത്തെ അവ്യക്ത സൂചന. ഓം ശാന്തി. ബാബ ഓർമ്മിക്കാം. ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है।
ईश्वर अपने साथ है, डरने की क्या बात है। समय से पहले भाग्य से ज्यादा बोलो किसने पाया है। तेरा था जो तुझे मिला है, कोई तो छीन न पाया है। समय से पहले भाग्य से ज्यादा बोलो किसने पाया है। तेरा था जो तुझे मिला है, कोई तो छीन न पाया है। जीवन प्रभु सौगात है, फिर काहे फिक्रात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे। हाथ में उसके हाथ है, ईश्वर अपने साथ है, डरने की क्या बात है। जिसके नाम से कितनों के ही बिगड़े काम तो बन जाते, जिसकी याद से जन्म जन्म के कष्ट सभी मिट जाते। जिसके नाम से कितनों के ही बिगड़े काम तो बन जाते, जिसकी याद से जन्म जन्म के कष्ट सभी मिट जाते। सामने वो दिन रात है, प्यार की बरसात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे। हाथ में उसके हाथ है, ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे। हाथ में उसके हाथ है, ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है,